ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി സേമിയ ബിരിയാണി ആക്കിയാലോ. നിങ്ങളെല്ലാം ഇപ്പോൾ സേമിയ വാങ്ങി കുറേ പായസമെല്ലാം ഉണ്ടാക്കി തിന്നതല്ലേ, അപ്പോൾ ഇത് ചേഞ്ച് വേണ്ട. അപ്പോൾ നല്ല അടിപൊളി ചെമ്മീനെല്ലാം ഇട്ടിട്ടുള്ളൊരു സേമിയ ബിരിയാണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ശരിക്കും എന്താ പറയുക, ഒരു 5-8 ചെമ്മീൻ അത്രേ വേണ്ടുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഒരു 3-4 ആൾക്ക് തിന്നേണ്ട എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടൊരു 1/2 hour എങ്കിലും മിനിമം വെക്കുക. ഇതിപ്പോൾ കുറച്ചുണ്ടാക്കുന്നതുകൊണ്ട് ഇത്ര ചെമ്മീൻ എടുത്താൽ ചെമ്മീനും ശരിക്കും കുറച്ച് തന്നെ മതി, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. ഇനിയിപ്പോൾ ഇതാ ഓയിൽ ചൂടായി നമുക്ക് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിൽ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചെമ്മീൻ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി ആ സെയിം എണ്ണയിൽ തന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് RPG കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞത്, ഒറ്റൊരു ഉള്ളി മതി, ഒരു മീഡിയം സൈസ്, അതും ഇട്ടിട്ട് ഒന്ന് എന്താ പറയുക ചെറുതായിട്ടൊന്ന് വഴറ്റുക. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 2 പച്ചമുളക് അതും ഇട്ടിട്ട് വീണ്ടും വഴറ്റുക. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നില്ല, ഓൾറെഡി നമ്മൾ ചെമ്മീനിൽ ഇട്ടല്ലോ. പിന്നെ ഒരു ചെറിയ തക്കാളി, വലുതാണെങ്കിൽ 1/2 മതിയാവും. പിന്നെ എന്താ പറയുക കുറച്ച് ആവശ്യമുള്ളൂ. തക്കാളി ഇട്ടിട്ടൊന്ന് വഴറ്റി തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി തക്കാളിയെല്ലാം ഇതാ ഒന്ന് സോഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി. മുളക് പൊടി പിന്നെ ഇതിലിടുന്നില്ല, മല്ലിയും പിന്നെ കുരുമുളക് പൊടിയും മാത്രം, മഞ്ഞളും അതും ഇട്ടിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നവരെ എണ്ണ തെളിയുന്നവരെ നല്ലോണം വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലോട്ട് പിന്നെ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നല്ല ചൂട് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. 1.5 കപ്പ് എടുത്തിട്ടുള്ള വെള്ളം. ഇതിപ്പോൾ 1 കപ്പ് സേമിയ ഞാൻ എടുക്കുന്നത്, അതുകൊണ്ട് അതിനൊരു കറക്റ്റായിട്ട് ഒരു 1.5 ഇല്ല 1.25 കുറച്ചും അത്ര വെള്ളം എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ. എന്നിട്ട് പിന്നെ ഇതിൽ ഉപ്പെല്ലാം ഇട്ട് എന്താ പറയുക ഇതൊന്ന് അടച്ചു വെക്കുക, ഈ വെള്ളം ഒന്ന് തിളക്കുന്നേരെ. അപ്പോൾ അതേ സമയം തന്നെ വേറൊരു പാനിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ RPG ഒഴിച്ചിട്ട് ഞാനിപ്പോൾ സേമിയ ഉണ്ടല്ലോ, ഇപ്പോൾ ചെറിയൊരു പാക്കറ്റ് സേമിയ അതിൻ്റെ പകുതിയെ എടുത്തിട്ടുള്ള 1 കപ്പ് ആ സേമിയ ഇട്ട് കൊടുക്കുക. വറുത്തതാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഓയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കണം. അപ്പോൾ എടുത്തിട്ട് നോക്കുമ്പോൾ ഇനി ബാക്കി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നേരെ പകുതിയാണ് 1 കപ്പ് എന്ന് പറയുന്നത്. ഇതൊന്ന് ജസ്റ്റ് എന്താ പറയുക RPG ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇത് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം ഉണ്ടല്ലോ, ഈ മസാലയും വെള്ളം അത് തിളച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ സേമിയയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെറിയ തീയിൽ വെക്കുക. അപ്പോൾ ഈ വെള്ളവും ഈ സേമിയയും കറക്റ്റ് അളവ്, എന്താ പറയുക അളവെല്ലാം നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആണ്. പെട്ടെന്ന് വേകുന്നതാണല്ലോ ഈ സേമിയ. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കി ഉപ്പെല്ലാം ഉണ്ടോ നോക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം ഇളക്കിയിട്ട് നമ്മൾ ചെറിയ തീയിൽ ഇതൊന്ന് അടച്ചിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ വെള്ളമെല്ലാം വറ്റി നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേകുന്നതാണ്, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് നോക്കണം. എല്ലാം ഒന്ന് ഇളക്കി മറിച്ചിട്ട് ചെറിയ തീയിലൊരു 2-3 മിനിറ്റ് വരെ വീണ്ടും ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഒന്ന് തുറന്ന് വെക്കുക. എന്നിട്ട് കുറച്ച് ചൂടെല്ലാം പോകുമ്പോൾ ഇതെന്താ ഒന്ന് വിട്ട് വരുന്ന പോലെ ആവും. ഇപ്പോൾ കണ്ടാൽ നല്ലോണം കുക്കായിട്ടുണ്ട്, വെള്ളമെല്ലാം കറക്റ്റിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും ചെമ്മീനും ഇതുപോലെ ഇട്ടിട്ട് വെക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കെല്ലാം എന്താ പറയുക ഈ ചോറെല്ലാം തിന്നാൻ മടിയുള്ളവർക്കും ടിഫിന് കൊണ്ടുപോകാനുള്ള ഇത് നല്ല അടിപൊളിയായിരിക്കും, പെട്ടെന്ന് റെഡിയാവുകയും ചെയ്യും. ഇപ്പോൾ ചെമ്മീനില്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ കൊണ്ടും ഇങ്ങനെ റെഡിയാക്കി നോക്കാം. ഇനി നമുക്കിതെല്ലാം ചൂടെല്ലാം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം.
അപ്പോൾ ഇതിൻ്റെ കൂടെ ജസ്റ്റ് എന്തെങ്കിലും ഒരു അച്ചാറോ പപ്പടമോ തൈരോ അങ്ങനെ എന്തെങ്കിലും മതി. അപ്പോൾ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടിപൊളിയായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.